വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഒരു സാധ്യമായിട്ടാണ് കാണാൻ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നേരെ വീഡിയോയിലായിട്ട് പോകാട്ടോ. ഞാൻ ഇന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പി പറഞ്ഞുതരാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് നമ്മളാ മാങ്ങേണ്ടത് ചെറുതാക്കി അരിയണം, പൊടിയാക്കി അരിയണം. കാരണം നമ്മളിതിൽ അധികം പണിയൊന്നും ഇല്ലാത്ത കാരണം പൊടിയാക്കി അങ്ങോട്ട് അരിഞ്ഞെടുത്തോ. ഈ ഒരു ഇതിൽ നീളത്തിലും തിക്കിലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തോ കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കാം കേട്ടോ. ഈ ഒരു സൈസെങ്കിലും വേണം, ഈ സൈസ് വേണ്ട, എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ, തിന്നായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ചെറിയ രീതിയിൽ കട്ടി വന്നിട്ട് ഇത്തിരി നീളത്തിൽ ഈ ഒരു സൈസിൽ തന്നെ അരിയാൻ നോക്കാം കേട്ടോ. ഇതിനെക്കാട്ടും വലുതായി കഴിഞ്ഞാൽ നമ്മൾ അച്ചാറിൻ്റെ ഒരു ഇത് കുറയും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി എന്നൊക്കെ നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാശ്മീരി ഞാനിപ്പോൾ ഇവിടെ കാശ്മീരിയും നോർമൽ മുളക് പൊടി കുറച്ചും പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കണേ. അപ്പോഴാണ് നമുക്കൊരു എന്താ പറയുക കളറും ഉണ്ടാവും. കാശ്മീരിക്ക് അധികം എരിവും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതേ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സ്വർക്കയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പോൾ ഇതിലെല്ലാം പിടിക്കണം. ഉപ്പും മുളകും സ്വർക്കയുടെതും എല്ലായിടത്തും എത്തണ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയില്ലേ. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി വേണം കേട്ടോ. അപ്പോൾ അതേ കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ടൈമിൽ. പക്ഷേ കായപ്പൊടി ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ കായപ്പൊടി മറക്കാതെ ഇടണം കേട്ടോ. അപ്പോൾ അതേ നമ്മളെ മാങ്ങ ഇവിടെ ചുമന്നിരിക്കുന്നുണ്ട്. കാരണം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊണ്ടാണ്ടോ ഇത്രയ്ക്ക് ചുമപ്പൊക്കെ കാണും. അപ്പോൾ അതേ പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. കടുക് പൊട്ടിക്കണം. ഇനി അടുത്ത ടാസ്ക് അതാണ്. അപ്പോൾ അതേ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് നേരെ നമ്മളെ ഈ ഇതുണ്ടല്ലോ മിക്സ് അതിക്കിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സ്വർക്കം ഒഴിച്ചെടുക്കുക. നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് ഇത്രയുള്ളൂ പണി. അപ്പോൾ അതേ അതിലേക്ക് നമുക്ക് നമ്മളെ ഉപ്പും മുളകും കായപ്പൊടിയും സ്വർക്കയും കൂടി ഒഴിച്ച് ആ ഒരു മാങ്ങയുടെ മിക്സ് ഉണ്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സ്വർക്ക ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വേപ്പിലയും ഇടാണ് കേട്ടോ. വേപ്പില ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതേ കായപ്പൊടി നമ്മൾ മറ്റേ ഉപ്പും മുളകും ഇട്ട് തിരുമ്പുമ്പോൾ അവിടെ കേട്ടോ കായപ്പൊടി ചേർക്കണ്ടേ. ഞാനവിടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയി. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.